ഹായ്, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. അവൻ അവളെ ഇഷ്ടമായപ്പോൾ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു. അവൾക്ക് പേടിയായി. ഫ്രണ്ട്സിനടുത്ത് എന്ന് പറഞ്ഞു എന്താ ചെയ്യാന്ന്. അവർ പറഞ്ഞു ഇപ്പം വേണ്ട, പഠിക്കേണ്ട സമയ. അവൾ ഒഴിഞ്ഞു മാറി. അവൻ വിട്ടില്ല. ഒടുവിൽ ഫ്രണ്ട്സിനോട് പറയാതെ തന്നെ അവർ പ്രണയിച്ചു. ഫ്രണ്ട്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവനെ അവരൊരു ഇന്റർവ്യൂ ചെയ്തു. അവർക്കും ബോധിച്ചു. പഠിത്തമൊന്നും കളയരുതെന്ന് ഉപദേശിച്ച് ആ പ്രണയത്തിന് അനുവാദവും കൊടുത്തു. ഒരു +2 പ്രണയം. ഓർക്കാൻ എപ്പോഴും സുഖമുള്ള ഒരു മെമ്മറിയാണ് സ്കൂളിലെ പ്രണയങ്ങൾ. അവരെ നമുക്ക് കിട്ടുമോ, സക്സസ്ഫുൾ ആവുമോ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ എപ്പോഴും അവരുണ്ടാവും. അത്തരം കുറച്ച് ഓർമ്മകളിലേക്ക് ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് നമുക്ക് പോകാം. ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഇന്ന് +2ൻ്റെ റിസൾട്ട്സ് വന്നു. ചില പ്രണയങ്ങൾ ഇതോടുകൂടി തളിർക്കും, എന്നാൽ ചിലത് തകരും. പലരും ഇന്ന് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പ്ലാൻസ് ഇട്ട് ഇനി എന്ത്, എവിടെ ചേരും? പല ലവേഴ്സും ഒരേ കോളേജിൽ ചേരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾക്ക് മാർക്ക് കുറവ്. വിചാരിച്ച സ്ഥലത്ത് ഒരിക്കലും അഡ്മിഷൻ കിട്ടില്ല. ചിലർക്ക് വിചാരിച്ചതിലും കൂടുതൽ മാർക്ക്, ബെറ്റർ പ്ലേസസിൽ അഡ്മിഷൻ കിട്ടും. ഇഷ്ടപ്പെട്ടയാളെ ഉപേക്ഷിക്കേണ്ടിയും വരും. ചില വൺ വേ ലവ്കാർക്ക് നല്ല കാലം വരും കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവരിഷ്ടപ്പെട്ട ആള് അവരുടെ കോളേജിൽ തന്നെ വന്നു ചേരും. ഇനി ചില പ്രണയങ്ങളിൽ പാർട്ട്നേഴ്സിന് നമ്മളെക്കാളും മാർക്ക് കിട്ടും. അവിടെ ഈഗോ തുടങ്ങും. ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളിൽ കൂടെയാണ് ഈ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളൊക്കെ പോകുന്നത്. ഇങ്ങനെ ഒരു +2 പ്രണയത്തിൻ്റെ കുളിര് നമ്മളൊക്കെ അറിഞ്ഞിട്ടില്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FMൽ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. +2 കടക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു പ്രണയം നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. ആ പഠിത്തം തീരുന്നതോടുകൂടി ചിലപ്പോൾ ആളെ നമ്മൾ മറന്നു പോകും. എന്നാൽ ചിലർ അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കും. ആൻഡോ +2 വെച്ച് പ്രണയിച്ചിട്ടുണ്ടോ? എത്ര നാളെ പ്രണയിച്ചു? ആ ആളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പൊ കോണ്ടാക്ട് ഒന്നുമില്ല. അതിന് ശേഷം ഒരു വട്ടം കണ്ടായിരുന്നു. അപ്പൊ പുള്ളി കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. അയ്യോ, അപ്പൊ ഇനി കോണ്ടാക്ട് വേണ്ട. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടാക്ട് പേജിൽ ഇതാ ഞാനിന്ന് ചോദിക്കുന്നത്. +2 വെച്ച് പ്രണയിച്ച ആ ആളുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണോ ക്ലബ് FMൽ ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് മ്യൂസിക്, ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ തുറന്നു പറയണമെന്ന് ഞാൻ എപ്പോഴും പറയും. ചില മിടുക്കന്മാരും മിടുക്കികളൊക്കെ അത് കറക്റ്റ് സമയത്ത് ചെയ്യുവേ. അങ്ങനെ ചെയ്യാനുള്ളൊരവസരം ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ പറയാൻ ഒരാൾ എത്തിയിരിക്കുക. കേട്ടു നോക്കാം. എന്റെ പേര് ആഘോഷ്. ഞാന് +1 +2 പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാന് ഏകദേശം +2 അവസാനം ആവാറായപ്പോഴാണ് കുട്ടികളോട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇപ്പോ രണ്ട് കൊല്ലം ആയി. 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ഐ ലവ് യു നൈന, ഐ ലവ് യു. ഇതുപോലൊരു ഇഷ്ടം ആരോടെങ്കിലും പറയണമെങ്കിൽ 56070 ഒരു മെസ്സേജ് അയക്കാം. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്.